കൗമാരക്കാരായ മക്കളുടെ മേൽ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധ വേണ്ട കാലമാണ്. പല കൂട്ടുകെട്ടുകളും കുട്ടികളെ അപകടക്കെണിയിൽ വീഴ്ത്താം. കൊച്ചിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 10ാം ക്ലാസ്സുകാരനായ ആൺ സുഹൃത്ത് ലഹരി നൽകി പീഡിപ്പിച്ച വിവരം സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് പുറത്തറിഞ്ഞത്. ഡയറി മിൽക്കിലും കിൻഡർ ജോയിലും ലഹരി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയും കാമുകനും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ മാതാപിതാക്കൾ പോലും ഞെട്ടി. മറ്റ് സുഹൃത്തുക്കളുമായി ചേർന്ന് ആൺ സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്കടിമയാണെന്നും വെളിപ്പെടുത്തലുണ്ട്. കൊച്ചി നഗരത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ആൺ സുഹൃത്ത് ലഹരി നൽകി പീഡിപ്പിച്ചത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടയിലാണ് മാതാപിതാക്കൾ വിവരമറിയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺ സുഹൃത്ത് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലുമാണ് ലഹരി നൽകിയത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛൻ ആൺ സുഹൃത്തിന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഈ പയ്യന്റെ ഫോൺ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്കിത് എല്ലാം കിട്ടുന്നത്. ഞാനിത് അറിഞ്ഞ് ഇവൾക്ക് ഇതുപോലെ കിൻഡർ ജോയിലും ഡയറി മിൽക്കിലൊക്കെ ഇത് കൊടുത്തെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് കിട്ടി. പിന്നെ ബാക്കി എന്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്കിതൊക്കെ മനസ്സിലായത്. ഞാൻ ഇവരെല്ലാം ഈ കുട്ടികളുടെയൊക്കെ ഇൻസ്റ്റയിൽ കയറിയപ്പോഴത്തേക്കും ഇവരൊരു ഹാബിറ്റ് എന്ന് തന്നെ പറയാം. ഇവര് ചെയ്ത എല്ലാ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളും ഇവര് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി. ആൺ സുഹൃത്തിനെതിരെ കേസെടുത്തു. ജുവനൈൽ ഹോമിലേക്ക് അയച്ച ശേഷം പ്രതി ജാമ്യത്തിലിറങ്ങി. മാരക ലഹരിയാണ് പ്രതിയും സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നത്. ലഹരി വാങ്ങാൻ പണത്തിനായി മോഷണവും നടത്തും. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ലഹരി മാഫിയ സംഘം നമ്മുടെ കുട്ടികൾക്കുമേൽ പിടിമുറുക്കി കഴിഞ്ഞു. ഒരു ബോധവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തി നശിപ്പിച്ചാൽ മാത്രമേ ഇനി ഇവരെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.